ആശയങ്ങൾ ചേരുന്നതാണ് ഒരു വീട്. സ്പേസ് മാനേജ്മെൻറ്റ്, യൂട്ടിലിറ്റി പ്ലാനിംഗ്, എക്സ്റ്റീരിയർ എലിവേഷൻ, ഇൻറ്റീരിയർ ഡിസൈൻ, അങ്ങനെ പല പല ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീടിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് കോമ്പിനേഷനിൽ ഒരു സ്റ്റൈലിഷ് വീട്. ഇന്റീരിയർ ഒരുക്കാനുള്ള ഉൽപ്പന്നങ്ങൾ. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ അർഷദ് ഹുസൈനും ഭാര്യ അമീനയ്ക്കും വേണ്ടി ആർക്കിടെക്ട് ആസിഫ് അഹമ്മദ് ഡിസൈൻ ചെയ്ത അൽസലാം എന്ന വീടിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് വീടിൻ്റെ വാതിൽ തുറക്കുന്നത്. കോണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണിത്. ഈ വീടിൻ്റെ എലിവേഷനും ഈ വീടിൻ്റെ മൊത്തമുള്ള ഡിസൈനും ഈ വീടിൻ്റെ പ്ലോട്ടിൽ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലോട്ട് ശരിക്കും ഒരു റെക്ടാങ്കുലറോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്ലോട്ടോ അല്ല, വളരെ ഇറഗുലർ ആയിട്ട് വളരെ അക്യൂട്ട് ആംഗിൾസ് ഉള്ളൊരു പ്ലോട്ടാണ്. അപ്പം അതിനനുസരിച്ചാണ് ഇതിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് തന്നെ അതിൻ്റെ എലിവേഷനും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ പ്ലോട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടാണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ കുറച്ച് മാസീവ്നെസ് എലിവേഷനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ ഒരു ഹൊറിസോണ്ടൽ വോള്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് പൊക്കം കൂടിയ വോള്യത്തിനല്ല, കുറച്ച് ബ്രോഡായിട്ടുള്ള വോള്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ എലിവേഷനിൽ ഒരു റെക്ടാങ്കുലർ ഫ്രെയിം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വീടിൻ്റെ എലിവേഷൻ്റെ ഹൈലൈറ്റും. ഈസ്റ്റ് ഫേസിങ് ആയതുകൊണ്ട് തന്നെ റൂഫ് ലെവലിൽ കൊടുത്തിരിക്കുന്ന പെർഗോള അതിൻ്റെ ഷെയ്ഡ്സും ഷാഡോസും അതിൻ്റെ ലൈറ്റ് എഫക്റ്റും വളരെയധികം ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. ശരിക്കും ഈ വീട് ഒരു പകുതി വരെയുള്ളൂ, ഈ റെക്ടാങ്കുലർ ഫ്രെയിമിൻ്റെ പകുതി വരെ ശരിക്കും വീടുള്ളൂ. എന്നിട്ടും അതൊരു എലിവേഷണൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സൈഡിലേക്ക് ഇങ്ങനെ ബ്രോഡാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു ഫീലിംഗ് വരുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു വോള്യത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ്. ഈ ഒരു ഹൊറിസോണ്ടൽ ഫീലിംഗ് ഉണ്ടാവാൻ വേണ്ടി തന്നെ വീടിൻ്റെ എലിവേഷനിൽ ഒരു ഡാഡോ ലെവലിലും ഒരു ഹൊറിസോണ്ടൽ ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ബാൻഡ്സ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ കോമ്പൗണ്ട് വാളിലും കാണാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ലാൻഡ്സ്കേപ്പും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗ്രീനറി മാത്രമേ ഉള്ളൂ. വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഗ്രീനറിയാണ്. അതേപോലെ എലിവേഷനിൽ ഈ മുകളിലുള്ള റെക്ടാങ്കുലർ ഫ്രെയിമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതിനുവേണ്ടി അതിന് വൈറ്റ് ഷെയ്ഡും ബാക്കിയുള്ള ഏരിയക്കെല്ലാം ഗ്രേ ടോണാണ് കൊടുത്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിങ്ങിലും അങ്ങനെ തന്നെയാണ്. ഷെൽസാണ് ചില സ്ഥലത്ത് ഹാർഡ്സ്കേപ്പിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലയൻറ്റിന് നിർബന്ധം ഉണ്ടായിരുന്നു 2 പാർക്കിംഗ് സ്പേസ് വേണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് സെറ്റ് ബാക്കിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഏരിയ വിടുമല്ലോ, അതായത് റൂൾ അനുസരിച്ചുള്ള സെറ്റ് ബാക്ക്, അവിടെ തന്നെ ഒരു പാർക്കിംഗ് ഏരിയയും അതുകൂടാതെ പോർച്ചിൽ ഒരു പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയുടെ പേയ്മെൻറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടയർ കയറുന്ന ഭാഗത്ത് മാത്രം ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പേവിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ട് നടുക്ക് പെബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഹൊറിസോണ്ടൽ ഫീച്ചർ ആ കോമ്പൗണ്ട് വാളിൽ നമുക്ക് കാണാം. പിന്നെ ബ്രീതിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് നേച്ചർ കോമ്പൗണ്ട് വാളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് ചെറിയ സ്പേസിലായതുകൊണ്ടും ചെറിയ വീടായതുകൊണ്ടും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോമ്പൗണ്ട് വാളിൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് ആണെങ്കിലും കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട്, കാരണം റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഗേറ്റിൻ്റെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലേക്കുള്ള അപ്രോച്ച് റോഡ് ഒരു സ്ലോപ്പിംഗ് റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വീണ്ടും ഗേറ്റിൻ്റെ സൈഡിൽ കുറച്ച് സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് ടൈൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻട്രൻസ് ഗേറ്റിനോട് ചേർന്ന് തന്നെ ആ പ്ലോട്ടിൻ്റെ ഇറഗുലാരിറ്റിയോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്റ്റെപ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോർച്ചിൽ കാണുന്ന ആ പെബിളിൻ്റെ ഒരു ഡിസൈൻ കണ്ടിന്യൂറ്റി ഈ ഒരു സ്റ്റെപ്സിലും കാണാം. നേരെ നമ്മൾ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. സിറ്റ് ഔട്ടിലൊരു ഗ്രേ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തെ ഇൻറ്റീരിയേഴ്സ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അകത്ത് വരെ നോക്കാം. കോണ്ടംപററി
കണ്ടംപററി ആയിട്ടും മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫോമൽ ലിവിങ് ഏരിയ, റൈറ്റ് സൈഡിലായിട്ട് ഡൈനിങ് ഏരിയയാണ് കാണുന്നത്. അതിൻ്റെ നടുക്കായിട്ട് മുകളിലത്തെ നിലയിലേക്ക് പോകുന്ന സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. എലിവേഷനിൽ ചെയ്തിരിക്കുന്ന ആ ഹൊറിസോണ്ടാലിറ്റി ഫീലിംഗ് വീടിനകത്ത് വരുത്താൻ വേണ്ടിയിട്ട് ലിൻഡൽ ലെവൽ വരെ, അതായത് ജനലിൻ്റെ ടോപ്പ് ലെവൽ വരെ വൈറ്റ് ഷെയ്ഡും അതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേഷ് ടോണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് കിട്ടും, അങ്ങനെ ഒരു വോള്യൂമിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഒരു റെക്റ്റാങ്കിളോ സ്ക്വയറോ അല്ലാത്ത രീതിയിലുള്ള ഒരു പ്ലാനിംഗ് ആണ് ഈ ലിവിങ് ഏരിയയ്ക്ക്. പ്ലോട്ടിൻ്റെ ലിമിറ്റേഷൻ കാരണമാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഒരു പ്രത്യേക ആംഗിളാണ് ഈ ലിവിങ് ഏരിയയുടെ പ്ലാനിന്. അതുകൊണ്ട് തന്നെ ഒട്ടും സ്പേസ് കളയാത്ത രീതിയിൽ, സ്പേസ് സേവിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള സോഫ സെറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ലൈറ്റർ ടോണിലുള്ള ഒരു സോഫ സെറ്റാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് പടി അതിനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അതേ ലൈനിൽ തന്നെയാണ് ഈ സോഫ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റർ ടേബിൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈനിൽ മാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സീറ്റിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പാസേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ്. പിന്നെ ഈ വീട്ടിലെ ഇൻറ്റീരിയേഴ്സിൽ അധികവും ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആവശ്യത്തിന് മാത്രം സോഴ്സ് ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ കർട്ടൻസിന് പകരം റൂമൻ ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോഡേൺ സ്റ്റൈലിലുള്ള വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട് ആസിഫ് അഹമ്മദാണ്. ഹലോ ആസിഫ്. ഹായ്. ഈ വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ പ്ലോട്ട് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇത് ശരിക്കും ഒരു ഇറഗുലർ ഷേപ്പിലുള്ളൊരു പ്ലോട്ടായിരുന്നു. അത് ശരിക്കും കുറേ അക്യൂട്ട് ആംഗിൾസ് ഒക്കെ ഉള്ള ഒരു പ്ലോട്ടായിരുന്നു. ഞാൻ പ്ലോട്ടൊന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഓക്കെ, വളരെ സ്ലീക്കായിട്ടുള്ള ആംഗിൾസ് ഉണ്ട് അല്ലേ? അതെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു 4.8 സെൻസ് ഓഫ് ലാൻഡാണ് ഇതുള്ളത്. അപ്പോൾ അവർക്ക് ശരിക്കും 3 ബെഡ്റൂമായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ റിക്വയർമെൻറ്റ്സ് ശരിക്കും കൂടുതലായിരുന്നു. പക്ഷേ സൈറ്റിൻ്റെ ലിമിറ്റേഷൻസ് കുറേ അധികം ഉണ്ടായിരുന്നു. ആൻഡ് ഹൗ ഡിഡ് യു അപ്രോച്ച് ദ ഡിസൈൻ? ശരിക്കും ആ സൈറ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് തന്നെ ആ വീട് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ അവരുടെ റിക്വയർമെൻറ്റ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനകത്ത് ശരിക്കും 2 കാർ അവർക്ക് പാർക്ക് ചെയ്യണമെന്നൊരു റിക്വയർമെൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കൂടെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെയർ കേസിൻ്റെ ഏരിയയാണ്. ഇതൊരു പെബിൾ കോട്ട് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഇൻഡോർ ലാൻഡ്സ്കേപ്പ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും ഇതൊരു സ്കൈലൈറ്റ് കൂടിയാണ്. ഈ വീടിൻ്റെ അകത്തേക്ക് ഡേ ലൈറ്റ് കൊണ്ടുവരുന്ന ഒരു സോഴ്സ് കൂടിയാണ്. ഇതൊരു സ്റ്റെയർ കേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. അതിൻ്റെ റൂഫ് ലെവലിൽ സ്കൈലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു ഏരിയ ശരിക്കും ഒരു സ്കൾപ്ചറൽ സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് വളരെ സ്ലീക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റീലിൻ്റെ വുഡിൻ്റെ കോമ്പിനേഷനിലാണ്. സ്ലീക്ക് ആക്കാൻ വേണ്ടി തന്നെ കുറച്ച് ടെൻസൈൽ കോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ ടെൻസൈൽ കോർഡ്സിൻ്റെ കണ്ടിന്യൂറ്റി ഒരു വെർട്ടിക്കൽ സ്ക്രീനും സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിലായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ 4ാമത്തെ പടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ തന്നെയാണ് വാഷ് ഏരിയ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് ആണിത്. സ്പേസ് കുറവായതുകൊണ്ട് തന്നെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഫർണിച്ചർ പീസസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ തന്നെ ഒരു 5 സീറ്റർ ഡൈനിങ് ടേബിളാണ്. അതിൻ്റെ ഒരു ഭാഗം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാളിൽ നിന്നാണ്. അപ്പം സ്പേസ് സേവിങ് ആയിട്ട് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫർണിച്ചർ പീസാണിത്. ഗ്ലാസിൻ്റെ കോമ്പിനേഷനുണ്ട്, അതുപോലെ വുഡിൻ്റെ കോമ്പിനേഷനിൽ അവിടെ മെറ്റാലിക് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ആ ഇൻറ്റീരിയേഴ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോൺ തന്നെയാണ് ഫർണിച്ചറിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചെയർസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഒട്ടും തന്നെ ക്ലോസ്ട്രോഫോബിക് അല്ലാത്ത ഒരു വലിയ ഫർണിച്ചർ പീസ് വെച്ചിരിക്കുന്ന ഫീലിംഗ് ഉണ്ടാവാത്ത രീതിയിലാണ് ഇങ്ങനെ ഒരു ഫർണിച്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിൾ കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഇൻഫോർമൽ സീറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഡൈനിങ്ങോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കോമ്പാക്റ്റ് ആണെങ്കിലും വളരെ ഫങ്ഷണലാണ്. ഒരു യു ഷേപ്പ് പ്ലാറ്റ്ഫോമാണ് കൊടുത്തിരിക്കുന്നത്.
എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്, മോഡേൺ ഫെസിലിറ്റീസ് ഉണ്ട്, സ്റ്റോറേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കിച്ചണിൽ വാൾസ് ഡാഡോ ടൈലിംഗ് കൊടുക്കാറുണ്ട്. അതിന് പകരമായിട്ട് ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ്റ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ മെയിൻ്റനൻസും ആണ്, ജോയിൻ ഫ്രീയും ആണ്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയുടെ പ്രൊവിഷനുണ്ട്. സ്റ്റെയർ കേസ് കയറി വന്നിരിക്കുന്ന ഏരിയ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഫോമൽ ലിവിങ് ഏരിയയിൽ കണ്ട അതേ ഒരു ഡിസൈൻ കണ്ടിന്യൂറ്റി നമുക്ക് ഇവിടെയും കാണാം. ഒരു ടി വി വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിനൊരു സ്ലീക്ക് ഫേർണിച്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ് മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമിലേക്കുള്ള ആക്സസ്, അതുപോലെ തന്നെ ഓഫീസ് കം സ്റ്റഡി ഏരിയയിലേക്കുള്ള ആക്സസ്. ഈ വീട്ടിൽ 3 ബെഡ്റൂമാണ്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും താഴത്തെ നിലയിൽ 1 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഇൻറ്റീരിയേഴ്സാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലെ ഇൻറ്റീരിയേഴ്സിൽ കണ്ടിരിക്കുന്ന ഗ്രേ ടോൺ ഈ ബെഡ്റൂമിലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബിൽ തന്നെ ഒരു മെറ്റാലിക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്.